നാരായണ നാരായണ രാധാ ഗോവിന്ദ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സാക്ഷാൽ പരമശിവനെ ഒക്കെ പ്രാർത്ഥിച്ച് അങ്ങയുടെ വൈഷമ്യം മാറ്റാം എന്നെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ രാജാവെ കേട്ടുകൊള്ളൂ വസിഷ്ഠൻ ചെയ്തു കൊടുത്ത ഗുണങ്ങൾ. അപ്പോൾ ഈ ഇളയെ പുരുഷനാക്കി മാറ്റുവാൻ വേണ്ടി ഇപ്രകാരം ഒക്കെ നിശ്ചയിച്ച ഈ വിധത്തിലുള്ളതായ ഒരു ജന്മം ഉണ്ടായതുകൊണ്ട് വസിഷ്ഠൻ അതിനൊരു പരിഹാരം പറയണം. ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് മഹായശസ്വിയായ വസിഷ്ഠനെ കുറിച്ച് കണക്കാക്കിക്കൊള്ളണം. വസിഷ്ഠനാണ് പറഞ്ഞത്. ഇവിടെ ആദിപുരുഷനായ ഭഗവാനെ തന്നെ ശ്രീനാരായണനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുള്ളതായ ഒരു ഔഷധം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ സ്തുതി. അങ്ങനെ ഈ വസിഷ്ഠൻ ആദിപുരുഷനെ സ്തുതിച്ചതിൻ്റെ ഗുണം കിട്ടിയത് ഇള എന്ന് പറയുന്ന പുത്രിക്ക് പുരുഷൻ്റെ ഒരു ജന്മം നൽകി പ്രാർത്ഥന കൊണ്ടാണ്. അങ്ങനെ വേണം ഒരു കുട്ടിയെ ഗർഭം വഹിക്കുമ്പോൾ അമ്മ ധാരാളം മഹനീയങ്ങളായ മധുരങ്ങളായ മന്ത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ജപിക്കണം. കുട്ടി ഉണ്ടായതിനു ശേഷം കുട്ടിയെ മടിയിലിരുത്തി അനവധി പുണ്യനാമങ്ങളൊക്കെ ജപിക്കണം. അവർ കേൾക്കണം, അവരെ കേൾപ്പിക്കണം. കേൾക്കാൻ മനസ്സുള്ളവർ അതൊക്കെ കേട്ട് വളരുന്നു, അല്ലാത്തവരൊക്കെ അതേ രീതിയിലും പോകും. അപ്പോൾ അങ്ങനെ ഈ ഇള സുദ്യുമ്നൻ അവിടെ അതിന് വലിയൊരൊക്കെ ഇള ഭൂമിദേവിയാണ്. ഭൂമിക്കൊരർത്ഥം ഇള എന്നാണ്, അല്ലെങ്കിൽ ഇളയുടെ അർത്ഥം ഭൂമി എന്നാണ്. സുദ്യുമ്ന സു എന്ന് പറഞ്ഞാൽ നല്ല ദ്യുമ്നം പ്രകാശിക്കുക, നല്ലവണ്ണം പ്രകാശിക്കുക. അപ്പം ഭൂമി നല്ലവണ്ണം പ്രകാശിപ്പിക്കണം, അതാണ് സുദ്യുമ്ന. ഒരു പുരുഷശ്രേഷ്ഠനായിട്ട് ഈ ഇള മാറി. ഒരു വലിയൊരു അപരാധം വന്നു, ഒരു വലിയ പാകപ്പെട്ടൊരു അബദ്ധം പറ്റി. എന്താണ് ഈ മലു മഹാരാജാവ് കേട്ടാലും വേട്ടയാടാൻ പോയി. ഈ രാജാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ്, വേട്ടയാടുക, ചൂത് കളിക്കുക. രാജാക്കന്മാരുടെ സപ്ത വ്യസനങ്ങളിലൊന്നാണ് ഈ ചൂതുകളി. അതുപോലെ മറ്റൊന്നാണ് നായാട്ട്. സൽക്കർമ്മം അല്ലെങ്കിൽ അതിനെല്ലാം വരുന്നത് ദുരന്തങ്ങളാണ്, ആപത്തുകളാണ്. ആലോചിക്കണം, പലവട്ടം ആലോചിക്കണം. ചിത്തത്തെ ചീത്തയിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ നമ്മുടെ ചിത്തം ശുദ്ധമാകും. അപ്പോൾ ചിത്തത്തിൽ എന്താ നടക്കുന്നത്? ചിത്തത്തെ നമ്മൾ മനസ്സെന്ന് പറയും. അപ്പം മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? മനസ്സെന്ന് പറയുന്നത് നമുക്ക് കാണിക്കാൻ പറ്റുകയില്ല. കുമ്പളങ്ങ പോലേക്കും മത്തങ്ങ പോലേക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. പക്ഷെ മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളാണ്. ഈ ചിന്തകൾ ഉണരുമ്പോൾ മനസ്സുണരുന്നു. അതെപ്പോഴും ഉണരുന്നു? നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മനസ്സുണരുന്നു. അനവധി ചിന്തകൾ കടന്നു വരും. അനവധി ചിന്തകളുണ്ട് നമുക്ക് ദിവസവും. എത്ര എന്നൊക്കെ എഴുതി വെക്കാൻ പ്രയാസമാണ്. അനവധി ചിന്തകൾ. ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് വിവേകചിന്ത. പരീക്ഷിത്ത് മഹാരാജാവി ഈ ആണായിട്ട് മാറിയ സുദ്യുമ്നൻ കുറച്ച് അമാത്യന്മാരും കൂടെ ഉണ്ട്, മന്ത്രിമാരും ഉണ്ടായിരുന്നു. അശ്വം കുതിരപ്പുറത്താണ് പോയത്. എവിടുത്തെ കുതിരയാ? സൈന്ധവ രാജ്യത്തിലെ വിശേഷപ്പെട്ട കുതിര. അപ്പോൾ ആ സൈന്ധവത്തിലെ വിശേഷപ്പെട്ട കുതിരയുടെ പുറത്ത് കയറി ഇങ്ങനെ വേട്ടയാടാൻ പോയി. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കുറേയധികം മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ രുചിരങ്ങളായ ചാപമൊക്കെ പിടിച്ചുകൊണ്ട് സുദ്യുമ്നൻ ഇങ്ങനെ ഉത്തരാം എന്ന് പറഞ്ഞാൽ വടക്കേ ദിക്കിലേക്ക് പോവുകയാണ്. പോയി എവിടെ ചെന്നു? സഹ ഉമയ, ഉമയോടുകൂടി അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ഭഗവാൻ ശർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അപ്പം ശിവൻ ഇങ്ങനെ ഉമയോടുകൂടി രതിക്രീഡകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മേരുപർവ്വതത്തിൻ്റെ ഏറ്റവും താഴെയുള്ളതായ ആ ഭൂമിയിൽ അവിടെ ഇങ്ങനെ ചെന്ന് കയറി പ്രവേശിച്ചു ഈ സുദ്യുമ്നൻ. അപ്പം അവിടെ മരയും മൃഗങ്ങളുടെ പിറകിൽ ഓടുകയാണ്, അറിഞ്ഞില്ല. അവിടേക്ക് ചെന്ന് കയറിയപ്പോൾ വലിയ ആപത്ത് പിണഞ്ഞു. സുദ്യുമ്നൻ ഇളയായിരുന്ന ആള് സ്ത്രീയായിരുന്ന ഇള പുരുഷനായിട്ട് മാറി. പക്ഷേ ഈ ഉമയോടുകൂടി ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ആത്മനാഥയോടുകൂടി രമിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടെ ചെന്ന് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മാനം സ്ത്രീയം, തന്നെ സ്ത്രീയായിട്ട് കണ്ടു. താൻ പുരുഷനായിരുന്ന താനിപ്പോൾ ഇതാ സ്ത്രീയായിട്ട് മാറിയിരിക്കുന്നു. എന്നിട്ട് അത് മാത്രമല്ല, ബഡവാംച അശ്വം പെൺകുതിരയായിട്ട് മാറി. അവിടെ കയറി ചെന്നവരെല്ലാം സ്ത്രീത്വം സ്വീകരിച്ചു, അല്ലെങ്കിൽ സ്ത്രീയായിട്ട് മാറേണ്ടി വന്നു. ചില സന്ദർഭങ്ങളിൽ മനുഷ്യന് ചിലപ്പോൾ പുരുഷനാണെങ്കിൽ പോലും സ്ത്രീയെക്കാട്ടിലും കഷ്ടമായി ജീവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ദുർബലന്മാരായിട്ട് ബലമെല്ലാം നഷ്ടപ്പെട്ട്, കരുത്ത് നഷ്ടപ്പെട്ട്, ആണത്വം പൗരുഷമൊക്കെ നഷ്ടപ്പെട്ട്, ഒരു ശരിയായ ഉത്തരം പോലും ഒന്നിനും പറയാൻ കഴിയാതെ അവരെല്ലാം വളരെ അധപ്പതിച്ച രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർ സ്വഭാവവും അധപ്പതിക്കും, അവരുടെ ചേഷ്ടകൾ അധപ്പതിക്കും, അവരുടെ പ്രവൃത്തികൾ അധപ്പതിക്കും, പൗരുഷമെല്ലാം പോകും. സ്ത്രീകൾക്ക് ഇത് സംഭവിക്കാം. എല്ലാത്തിനും ചില മോറൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ട പോലെ ജീവിച്ചില്ല എങ്കിൽ വേട്ടയാടാൻ പോവുക, ചൂത് കളിക്കുക തുടങ്ങിയ
ഹീനങ്ങളായ പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ പൊതുവിൽ നമുക്ക് അധപ്പതനം സംഭവിക്കും. എല്ലാവരും അവനവനെ ഒന്ന് നോക്കി. ഇതാ സ്ത്രീകളായിരിക്കുന്നു. കൂടെ വന്നിരുന്നവരും നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കുറേ അനുയായികളും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്, വടക്കേ ദിക്കിലേക്ക് വേട്ടയാടാൻ. അവരെല്ലാം അന്യോന്യം നോക്കിയപ്പോൾ അവർക്ക് വിപര്യം സംഭവിച്ചിരിക്കുന്നു, മാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ വീണ്ടും രാജാവ് അങ്ങോട്ട് ചോദിക്കുക, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഇതിനു മുമ്പ്. പരീക്ഷിത്ത് മഹാരാജാവിന് മാത്രമല്ല, നമുക്കും ഇത് കേൾക്കുമ്പോൾ ഒരല്പം ചിരിയോ പരിഹാസമൊക്കെ വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതായ കാരണം എന്താണ് എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീശുഖൻ പറയാണ്, അതായത് ഈ പ്രദേശത്ത് ചെന്നപ്പോൾ ഇരുട്ടാണ്, വിധിമരം, ഭയങ്കരമായ ഇരുട്ടാണ്. അത് മാത്രമല്ല, അവിടേക്കാണ് ചെന്ന ഗിരിശം, അവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഉണ്ടായിരുന്നു. ആ പരമേശ്വരൻ സ്ഥിതി ചെയ്യുന്ന അവിടെ ചെന്നപ്പോൾ എന്താണ്, ഒരു ശിവനെ കണ്ടു. സുവ്രതന്മാരായ ഋഷികൾ, വ്രതനിഷ്ഠയോടുകൂടിയ ഋഷികൾ അവിടെ ചെന്നപ്പോൾ അവരങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ ഇരുട്ടുമൊക്കെയാണ്. പക്ഷേ അവിടെ ശ്രീപരമേശ്വരൻ ആ സമയത്ത് കേളി ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേളികൾ കണ്ടപ്പോൾ അവർക്ക് യാതൊരു മനഃശാഞ്ചല്യം ഉണ്ടായില്ല, ചിത്തചാഞ്ചല്യം ഉണ്ടായില്ല, ഇളക്കമൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അവർ ഈ സംഭവം കണ്ടപ്പോൾ നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്ക് ഈ ഋഷികൾ അങ്ങ് പോയി. ആ സന്ദർഭത്തിലേക്ക് അംബികാദേവിയെ നോക്കി. വസ്ത്രമില്ലാതെ ലജ്ജാവതിയായിട്ടിരിക്കുകയാണ് പാർവതീദേവി. വൃഷം നല്ലവണ്ണം ലജ്ജാവതിയായിട്ട്. അവർക്കങ്ങനെ ദേഹാഭിമാനമൊന്നുമില്ല. നമുക്കറിയാം ഭഗവാനോടുള്ള ആദരവ് ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപാർവതീദേവിക്കാണ്. കാരണം എന്താണ്, നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഭഗവാന്മാരെയും ഭഗവതിയെക്കുറിച്ചും നമ്മൾ ഒരിക്കലും തുലനം ചെയ്യാൻ പാടില്ല. പക്ഷേ പാർവതീദേവി ആഗ്രഹിച്ചെന്താ, വിരൂപനാണ്, സർപ്പഭൂഷിതനാണ്, ആനത്തോലൂടെ എക്കുന്നവനാണ്, ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളാണ്. ശ്മശാനപുഷ്പം പൂശിയവനാണ്, ജടാധാരിയാണ്, ഗംഗയെ ചൂടിയിരിക്കുന്നു, ചന്ദ്രക്കല്ല് ചൂടിയിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും വിരൂപനാണെങ്കിൽ പോലും ശ്രീപാർവതി പറയുന്നെന്താ, എനിക്ക് അദ്ദേഹം എൻ്റെ ആത്മനാഥനായിട്ട് എനിക്ക് അദ്ദേഹത്തെ ലഭിച്ചാൽ മതി. അതേസമയം രുക്മിണീ ദേവിയോ കമനീയനായ, ചേതോഹരനായ, വിശ്വമോഹനനായ, സമ്മോഹന രൂപത്തോടുകൂടിയ ഭഗവാനെയാണ് രുക്മിണീ ദേവി വരിക്കുന്നത്. അതുകൊണ്ട് രുക്മിണിയേക്കാൾ ശ്രേഷ്ഠയാണ് ശ്രീപാർവതീദേവി എന്ന് ഭക്തജനങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഇവിടെ പാർവതീദേവി അത്രയധികം ഭഗവാനോട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് തൻ്റെ വാമഭാഗം പോലും അദ്ദേഹം പകുത്ത് പാർവതീദേവിക്ക് കൊടുത്താണ്. അതാണ് വാമാംഗരൂപിണിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഏതായാലും ഭർത്താവിൻ്റെ ആ മടിയിൽ വസ്ത്രമില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഭഗവാനോട് ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സുവ്രതന്മാരായ, വ്രതനിഷ്ഠയോടുകൂടിയ, സുദൃഢചിത്തന്മാരായ ആ മഹാമുനികൾ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് അവർ ദൃഢനിശ്ചയന്മാരാണ്. അവർക്ക് മനഃശാഞ്ചല്യം ഉണ്ടായില്ല, മനസ്സിന് ഇളക്കം ഉണ്ടായില്ല. പക്ഷേ പാർവതീദേവി ഉടനെ എഴുന്നേറ്റിട്ട് ആ നീവിയെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് നരനാരായണന്മാർ എപ്പോഴും വസിക്കുന്ന, കീർത്തിക്കുന്ന, ഭഗവത് സ്തുതികൾ ചെയ്യുന്നതായ അവിടുന്ന് പിന്മാറി നേരെ ബദരിയാശ്രമത്തിലേക്ക് നടന്നു. ആ സന്ദർഭത്തിൽ പരമശിവൻ ഒരു കാര്യം പറഞ്ഞു, ദേവി, ഈ സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നതായ ഇനി മേലിൽ ഈ വനത്തിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ അവരെല്ലാം സ്ത്രീകളായി ഭവിക്കട്ടെ. പാർവതീദേവിയുടെ ആ ലജ്ജയെ തൽക്കാലത്തേക്ക് ഒന്ന് സമാശ്വസിപ്പിച്ചു. സുദ്യുമ്നൻ വീണ്ടും സ്ത്രീയായിട്ട് മാറിയിരിക്കുന്നു. തൻ്റെ ആശ്രമത്തിൻ്റെ ചുറ്റിനൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന സന്ദർഭത്തിൽ അത് വടക്കേ ദിക്കിന് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് പ്രമദ, മതിച്ച് നടക്കുന്നവളാണ് പ്രമദ. ഒരു മതവികാരയായിട്ട് നടക്കുന്ന ആ സ്ത്രീകളും കുറേ പേരുണ്ട്. കൂടെ ചെന്നവരൊക്കെ ഇപ്പോൾ സ്ത്രീകളായല്ലോ. സൈന്ധവാശവും പെൺകുതിരയായിട്ട് മാറി. അവരെല്ലാം കണ്ടപ്പോൾ പരിവൃതാം ചുറ്റപ്പെട്ട് കണ്ടിട്ട് ചന്ദ്രപുത്രനായ ബുധൻ അവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഒരു കാമാവേശം ഉണ്ടായി. അതുകൊണ്ട് സ്വല്പം അങ്ങോട്ടേക്കും തോന്നി. അതുകൊണ്ട് ചന്ദ്രപുത്രനായ ബുധൻ കാമിച്ചു. പുരൂരവസം ആത്മജം ഉണ്ടായി. അതിൽ പുരൂരവസം എന്ന് പറയുന്ന ഒരു പുത്രൻ അതിലുണ്ടായി. അങ്ങനെ ഈ ശോഭനാംഗിയായ, അതായത് വളരെയധികം സുന്ദരാംഗിയായ അവളെ കണ്ടപ്പോൾ അതും ചന്ദ്രപുത്രനായ സുന്ദരപുരുഷനെ ഭർത്താവായിട്ടും ലഭിച്ചു. അങ്ങനെ ലഭിച്ചപ്പോൾ അവർ ദമ്പതിമാരായിട്ട് ഭവിച്ചു, ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു. അങ്ങനെ അതിലൊരു പുത്രനുണ്ടായി. അവളുടെ പേരാണ് പൂരൂരവസ്. പൂരൂരവസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രവംശത്തിൻ്റെയൊക്കെ അലങ്കാരഭൂതനാണ്. ഇങ്ങനെ സ്ത്രീത്വത്തെ അനുപ്രാപ്ത സ്ത്രീ എന്നുള്ളതായ അവസ്ഥ ഉണ്ടായപ്പോൾ സുദ്യുമ്നോ മാനവോ നൃപകാം, സുദ്യുമ്നൻ മനുവിൻ്റെ ഒരു രാജാവായിട്ട് തീരുകയും ആ സ്ത്രീഭാവത്തെ വീണ്ടും സ്ത്രീഭാവം വന്നല്ലോ. അതുകൊണ്ട് ആ സുദ്യുമ്ന രാജാവ്
കുലാചാര്യൻ, ഇവരുടെ എല്ലാ ആചാര്യനായ ഇവർ വസിഷ്ഠനെ സ്മരിച്ചു. വസിഷ്ഠ മഹർഷിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ വീണ്ടും നേരത്തെ തന്നെ ഇളയായിട്ട് ജനിച്ചു പോയി, വിധിബലം അതിൻ്റെ ഫലമായിട്ട് ജനിച്ചു. പിന്നെ അതെല്ലാം കൂടെ ഏർപ്പെട്ട് പുരുഷനാക്കി സുദ്യുമ്നാക്കി. ആ സുദ്യുമ്നൻ്റെ ആലോചനക്കുറവ് കൊണ്ട് ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന എല്ലാ അപകടം. അത് പലയിടത്തും നമുക്ക് കാണാം. കൃത്രിമമായിട്ട് എന്തു ചെയ്യുന്നു അവിടെ എല്ലാം അപകടം. ഈ സ്ത്രീയായി തീർന്ന ഈ സുദ്യുമ്നൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചപ്പോൾ തന്നെ അവരുടെ കുലത്തിൻ്റെ ആചാര്യനായിരുന്ന വസിഷ്ഠൻ അവിടെ എത്തി. ആ വസിഷ്ഠ മഹർഷി എല്ലാം കണ്ടു മനസ്സിലാക്കി. ആ കാരുണ്യനിധിയായ അദ്ദേഹം നല്ലവണ്ണം നോക്കിയപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, സ്ത്രീയായി മാറിയിരിക്കുന്നു കണ്ടിട്ട് സുദ്യുമ്നൻ്റെ ആശയം എന്താണോ മനസ്സിലുള്ളത് തന്നെ മനസ്സിലാക്കി. അതാണല്ലോ മഹർഷീശ്വരന്മാരുടെ മഹത്വം. അതാണ് പുരുഷത്വം. പുരുഷനായിട്ട് മാറണതിന് ശങ്കരം. എല്ലാവർക്കും ശം എന്ന് പറഞ്ഞാൽ മംഗളത്തെ കർത്തവ്യമാക്കി ചെയ്യുന്ന, മംഗളത്തെ കരണീയമാക്കുന്ന ശങ്കരനെ, ശ്രീ മഹാദേവനെ പ്രാർത്ഥിച്ചു വസിഷ്ഠ മഹർഷി. പക്ഷെ ഭഗവാൻ പരമശിവനാണ് ഈ സുദ്യുമ്നന് സ്ത്രീത്വം നൽകിയത്. വീണ്ടും ഈ സ്ത്രീത്വത്തെ പിടിച്ച് പുരുഷത്വമാക്കുവാൻ പറ്റുമോ? പരമശിവൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലാണെങ്കിലും വസിഷ്ഠ മഹർഷിയാണെങ്കിൽ സർവശ്രേഷ്ഠനാണ്, സർവാരാധ്യനാണ്. അതുകൊണ്ട് വസിഷ്ഠൻ്റെ ഇഷ്ടവും നോക്കണം. തൻ്റെ പ്രാണപ്രിയയോട് പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്നവരെ മുഴുവൻ സ്ത്രീകളാക്കിയേക്കാം, അതും പാലിക്കണം. ഭഗവാൻ ചിന്തിച്ചു എന്താണ് ചെയ്യേണ്ടത്. വസിഷ്ഠനാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്, സുദ്യുമ്നന് അല്ലെങ്കിൽ ഇളയ്ക്ക് പുരുഷനായിട്ട് കിട്ടണം. അതുകൊണ്ട് പറഞ്ഞു, ഒരു മാസം പുമാനായിട്ടും ഒരു മാസം സ്ത്രീയുമായിട്ട് ഭവിക്കട്ടെ. അങ്ങനെ മാറി മാറിയുള്ള മാസങ്ങളിൽ സ്ത്രീ പുരുഷന്മാരായിട്ട് ജീവിക്കട്ടെ. ശ്രീപരമേശ്വരൻ അനുഗ്രഹിച്ചപ്പോൾ രണ്ടു കൂട്ടർക്കും കേടില്ലാത്ത വിധത്തിൽ ശ്രീപാർവതിക്കും ഇഷ്ടമായി, അതുപോലെ വസിഷ്ഠനിഷ്ടമായി. സുദ്യുമ്നനിഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ വയ്യ. ഏതായാലും അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ പ്രജകൾക്കത്ര സന്തോഷമൊന്നും ഉണ്ടായില്ലെന്ത്. ആചാര്യൻ്റെ അനുഗ്രഹം കൊണ്ട് പുരുഷത്വവും സ്ത്രീത്വവും ഒക്കെ ഓരോ മാസം പാലിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജഗതീം എന്ന് പറഞ്ഞ ഭൂമിയെ അങ്ങനെ പാലിച്ചു. പക്ഷേ പ്രജകൾ ഈ സുദ്യുമ്നനെ അനുമോദിച്ചില്ല, അനുഗ്രഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ വസിഷ്ഠൻ്റെ അനുഗ്രഹമൊക്കെ ലഭിച്ചെങ്കിലും ഈ പുരുഷഭാവം സിദ്ധിച്ചതുകൊണ്ട് ഭൂമിയെ പാലിച്ചുവെങ്കിലും ലജ്ജ നിമിത്തം ഈ സുദ്യുമ്നൻ പുറത്തു വരാത്തത് കൊണ്ട് പ്രജകൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ രാജ്യഭരണം വേണമെങ്കിൽ പ്രജകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന തത്വമാണ്. പ്രജകളുടെ ഹിതങ്ങളൊക്കെ നോക്കി പ്രജകൾ എന്തെല്ലാം പറയുന്നു അതനുസരിച്ച് അതൊക്കെ കേട്ടിട്ട് അതിൻ്റെ നന്മതിന്മകളെയൊക്കെ വേർതിരിച്ച് പ്രജാഹിതം പരിപാലിക്കണം. പക്ഷെ അതിനൊന്നും സുദ്യുമ്നൻ ഈ ലജ്ജ മൂലം സാധിച്ചില്ല. ആർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഒരു മാസം പുരുഷൻ, ഒരു മാസം സ്ത്രീ, എങ്ങും കേട്ടിട്ടില്ല, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഏതായാലും അങ്ങനെ പ്രജകളുടെ അഭിനന്ദനം ലഭിച്ചില്ലെങ്കിൽ രാജാവാവുകയില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് 3 പുത്രന്മാർ, അവൻ്റെ 3 പുത്രന്മാരുണ്ടായി. അതൊക്കെ ഉൽക്കലൻ, ഗയൻ, വിമലൻ, ഇങ്ങനെ 3 പുത്രന്മാരാണ് ഉണ്ടായത്. അവർ തെക്കുള്ള രാജ്യങ്ങളെയൊക്കെ വേണ്ടവണ്ണം പരിപാലിച്ചു. രാജാക്കന്മാർ വളരെ വളരെ ധർമ്മത്തിൽ അടിയുറച്ചവരായിരിക്കണം. അവർ വെറുതെ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടായില്ല. വേദങ്ങളിലും സ്മൃതികളിലും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷ, അതിൽ പറയുന്നതേ ചെയ്യാവൂ. ഇവർ ധർമ്മവത്സലന്മാരായിരുന്നു. അതുപോലെ എന്തെല്ലാം ധർമ്മത്തെ കീർത്തിച്ചു, ധർമ്മത്തെ സ്വീകരിച്ചു, ധർമ്മം അനുസരിച്ച് ഭരിച്ചു. അതുകൊണ്ട് അതിനനുസരിച്ചാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്ന 3 മക്കളും. ആരൊക്കെ? ഉൽക്കലനും ഗയനും വിമലനും ദക്ഷിണ ദിക്കിൽ അവർ രാജാക്കന്മാരായി. അങ്ങനെ നിന്നപ്പോൾ കാലം മാറിയപ്പോൾ പ്രതിഷ്ഠാനപതി പ്രഭു എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലത്തിൻ്റെയൊക്കെ അധിപതിയായ ഈ രാജാവ് ഈ സുദ്യുമ്നൻ എല്ലാം പുത്രനായ പൂരൂരവസ്ഥനെല്ലാം കൊടുത്തിട്ട് അദ്ദേഹം വനത്തെ പ്രാപിച്ചു. അപ്പോൾ സുദ്യുമ്നൻ്റെ ഈ കഥ നന്മ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ഈശ്വര വിചാരം വേണം. അപ്പോൾ ഇത് മനസ്സിൻ്റെ ചഞ്ചലത്വമാണ്. മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. മനസ്സ് വ്യതിചലിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ളതായ കഷ്ടതകളും ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരും. മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നവർക്കാണായാലെന്ത്
പെണ്ണായാലും എല്ലാം ഈശ്വര സൃഷ്ടിയാണ് എന്ന് വിചാരിച്ച് ഈശ്വരനിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ തനിക്ക് അങ്ങനെയുള്ളതായ വ്യത്യാസമൊന്നുമില്ല. ഒടുവിൽ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഈ ലൗകിക ജീവിതത്തിൽ ഒരു കാരണവശാലും മുഴുകിയില്ല. ഭാഗവതം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഭാഗവതവും ഭഗവാനും ഭക്തനും ഒരേ രൂപത്തിലുള്ളതാണ്, വ്യത്യാസമൊന്നുമില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്ന. അങ്ങനെ ഇളാവൃത്തം, സുദ്യുമ്നകഥ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ ആ വ്യതിചലനങ്ങൾ കൊണ്ട് വരുന്നതായ, ആലോചനക്കുറവ് കൊണ്ട് വരുന്നതായ ആപത്തുകളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ആചാര്യന്മാരുടെ കൃപ കൊണ്ട് അവർ വീണ്ടും സന്തോഷത്തെ. അപ്പോൾ നമ്മൾ പറയും എന്താ, ഗുരുവൊരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണപ്രശാന്തേ. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തെ മനോജ്ഞമാക്കാം, മധുരീഭവിപ്പിക്കാം എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ 9-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. തീർത്ഥയാത്രയിൽ ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. അമ്പലങ്ങളിൽ വന്നിരുന്ന ഗോപസ്ത്രീകളോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കോലുമായിട്ട് കളിക്കാൻ അവരൊക്കെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അതിശയിച്ചു. പിന്നെ അതുപോലെ രാധാറാണിയുടെയും ഭഗവാന്റെയും കൂടി ദണ്ഡികയാണല്ലോ. അപ്പൊ ആ കോല് കയ്യിൽ വെക്കാന്നുണ്ടെങ്കിൽ മുജ്ജന്മ സുഹൃതം തന്നെയാണ്. വിളിക്കൂ 9400124048. നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ. നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം. കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി. ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി. ഒറ്റത്തവണ ഉപയോഗം, ശേഷം കാലിത്തീറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം. 100% മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ്. വിളിക്കൂ 9188182384. ഭാഗവത ഗംഗ ഒരുക്കുന്നു കൊങ്കണ ബ്രാഹ്മണരുടെ പുണ്യഭൂമിയിലേക്ക് ഒരു ഗോവൻ തീർത്ഥാടനം. ഗോവ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൽ തകർന്ന പുണ്യയിടം, ഗോമേതകത്തിന്റെ നാട്. ഹൈന്ദവരാൽ സമ്പന്നമാണ് ഇന്ന് ഗോവ. പഞ്ചാര മണൽത്തിട്ടകളുള്ള കടൽ തീരങ്ങൾ. ഈ വേനലവധിക്കാലം മക്കളോടൊപ്പം ഇവിടെ ചിലവഴിക്കാം. ആദ്യ യാത്ര 2026 മാർച്ച് 27. തുടർന്ന് ഏപ്രിൽ 6, 16, 21, 29, മെയ് 5, 11. വിളിക്കൂ 9188182384. ഹരേ കൃഷ്ണ. ഹരി ഓം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9400124048. 9188182384.